ഓണമൊക്കെ അല്ലേ, അതിനോടനുബന്ധിച്ച് നമ്മളിന്ന് കുളിച്ച് ഇത്തിരി മേനയൊക്കെ ആയിട്ടാണ് അടുക്കള കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഓണക്കോടി ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ നനച്ച ഡ്രസ്സാണ്, എന്ന് വെച്ചാൽ തിരുമ്പി എടുത്ത ഡ്രസ്സാണ്. മാക്സി ഒക്കെ ഇട്ട് പണിയൊക്കെ ഒരുങ്ങിയിട്ട് നല്ല ഡ്രസ്സ് ഇടുള്ളൂ എന്ന് ഓർത്തെയാണ്. പിന്നെ വിചാരിച്ചു വ്ളോഗൊക്കെ അല്ലേ, എപ്പോഴെങ്കിലും എന്നെ ഒന്ന് മെനയിൽ കണ്ടോട്ടെ എല്ലാവരും കേട്ടോ. ഇന്ന് ഉത്രാട ദിനത്തിന്റെ അന്നാണ് സദ്യയൊക്കെ ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ, പുളിയിഞ്ചിയും അതുപോലെ കുറച്ച് കാളൻ, കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ, വളരെ കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് പേരെയൊന്നും ക്ഷണിച്ചിട്ടൊന്നുമില്ല. ആദ്യയുടെ ഒരു 1-2 കൂട്ടുകാർ വന്ന അത്ര തന്നെ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് പേരൊന്നുമില്ല, നമ്മൾ മാത്രം. അപ്പോൾ ഓണം അല്ലേ എന്നോർത്ത് കുറച്ച് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഒരുപാട് ആരഭാരം കൂട്ടി സദ്യയും പരിവട്ടങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇനി. മുടിയൊക്കെ കെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പണിയിലോട്ട് കിടക്കുകയാണ്. ഏട്ടനും ഉണ്ണികളൊക്കെ നല്ല ഉറക്കാണ്, പക്ഷെ അവരൊക്കെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരകി തരാനും കഷ്ണം നോക്കി തരാനൊക്കെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും അവരും ഹെൽപ്പ് ചെയ്യട്ടെ അല്ലേ. ഉത്രാടവും തിരുവോണവും അങ്ങനെ എല്ലാ ഓണവിശേഷവും കഴിഞ്ഞ് എല്ലാം കെട്ടടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വ്ളോഗായിട്ട് വന്നേക്കുന്നത് കേട്ടോ. എനിക്കെന്താ വെച്ചാൽ വെക്കേഷൻ ആവുകൊണ്ട് ഫുൾ ഡേ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ ഓണാഘോഷ പരിപാടികളുടെ തിരക്ക്, അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉണ്ണിക്ക് പനി, വയ്യായ, അങ്ങനെയൊക്കെ ആകെ മൊത്തം നമ്മൾ തിരക്കിലായി. അതുകൊണ്ടാണ് കേട്ടോ അത്രയും ലേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണമെന്ന് ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഉത്രാട നാളത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉത്രാടത്തിൻ്റെ തലനാൾ തന്നെ എന്താ പറയുക, കാളം കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലിക്കുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ട് നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ നമ്മൾ അച്ചൂട്ടൻ പൊളിച്ച് തന്നിരുന്നു. മുന്നേയുള്ള ലോങ് വീഡിയോ കണ്ടവർക്ക് അറിയാമല്ലോ അല്ലേ, അതിൽ ഏറെക്കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ച പോലെ തന്നെയാണ് ഈ ഒരു വ്ളോഗ് വന്നേക്കണേ കേട്ടോ. ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. എന്നാലും കുട്ടികൾക്കൊക്കെ ഓണം വെക്കേഷൻ കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആകെ ഒരു സമാധാനമുള്ളൂ. മസാലക്കറിക്ക് ഇടാനുള്ള ഫ്ലവർ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇത്തിരി നേരം ഇട്ട് വെക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 3 സ്റ്റവ്വിൽ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണികളൊക്കെ ഒരുങ്ങുമല്ലോ. രാവിലത്തെ ടിഫിൻ ഇന്ന് പഴം പുഴുങ്ങിയതും പപ്പടമാണ്. പിന്നെ നമ്മൾ സദ്യയിലും പഴം പുഴുങ്ങിയത് വെക്കാറുണ്ട്. ഞാൻ കുറേ പേരുടെ വ്ളോഗൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ചിലവരുടെ ഒന്നും സദ്യയിൽ ഈ ഒരു പഴം പുഴുങ്ങിയത് വെച്ചത് കണ്ടില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ അവിടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തും അതുപോലെ ഈ പാലക്കാട് ഭാഗത്തും ഇങ്ങനെ സദ്യയുടെ കൂടെ ഒരു പഴം പുഴുങ്ങിയതും കൂടെ വെക്കും കേട്ടോ. ഓണത്തിന് മാത്രമാണ്, കല്യാണത്തിനൊന്നും പഴം പുഴുങ്ങിയത് വെക്കില്ല. അവിയലിക്ക് ഇത്തിരി കൂടെ കഷ്ണങ്ങൾ നുറുക്കിയെടുക്കാണ്ട് ഇന്നലെ ഏട്ടൻ മുഴുവൻ നുറുക്കി വെച്ചിട്ടില്ല. ഇന്നലെ ഏട്ടനും ആദ്യം സഹായിക്കൊണ്ട് കുറേയേറെ പണികൾ എനിക്ക് എളുപ്പമായി കേട്ടോ. കാളന് ഇന്നലെ തന്നെ കുറുക്കി വയ്ക്കുകൊണ്ട് ഇന്നത്തേക്ക് ഒന്നുകൂടെ കട്ടയായിട്ട് അത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ പുളിയിഞ്ചി നാരങ്ങയൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയല്ലോ, ഇത്തിരി ചിപ്സ് വറുത്തു, അതുപോലെ ശർക്കര വരട്ടി പിന്നെ നമ്മൾ മേടിക്കുക ചെയ്തിട്ട്. അപ്പോൾ അതെല്ലാം മേശപ്പുറത്ത് ഇങ്ങനെ പരത്തി വെച്ചിരിക്കുക, ഒന്നും അടക്കിയിട്ടും പെറുക്കിയിട്ടും ഒന്നുമില്ല. പണികളോട് കഴിഞ്ഞിട്ട് ഒന്നിച്ച് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടോ. ഇന്നലെ എനിക്ക് കാളനൊക്കെ കുറുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിട്ട് പിന്നെ അടുക്കി പെറുക്കാനൊന്നും നിന്നില്ലേ. അപ്പം ഞാൻ അവിയലിക്ക് ഏട്ടനെ വിളിച്ചായിരുന്നു കഷ്ണം നുറുക്കാനായിട്ട്. അപ്പോൾ ഏട്ടൻ എണീറ്റ് വരുമ്പോഴത്തേക്കും കായ്പയ്ക്കൊക്കെ ഇത്തിരി ഉള്ളത് ഞാൻ തന്നെ അങ്ങോട്ട് നുറുക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഏട്ടൻ എണീറ്റപ്പോൾ കൂട്ടത്തിൽ ആദിത്യനെ നീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി തന്നെ അച്ഛൻ മകൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ മാത്രമല്ല നീയും എണീക്കണം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു അതിനെന്താ തേങ്ങ ചിരകൽ ഞാൻ ഏറ്റു, ധൈര്യമായിട്ട് എന്നെ വിളിച്ചോളൂ, ഞാൻ എണീറ്റോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല ഇട്ടാണ്. ഞാൻ 4:30 എണീറ്റു കേട്ടോ. 4:30 എണീറ്റ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയപ്പോഴത്തേക്കും 5 മണി 5:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പണികളൊക്കെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി. എണീച്ചമ്പാട് ചായ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ഞാൻ എണീച്ചമ്പാടല്ല, ഏട്ടനും ഉണ്ണിയും എണീച്ചമ്പാട് ഓർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. ഓരോന്നും ഫ്രഷ് ആക്കി എടുക്കണമല്ലോ. പിന്നെ ഏട്ടൻ എല്ലാ പച്ചക്കറിയും എല്ലാ ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടാക്കാനുള്ള പച്ചക്കറികളൊക്കെ നുറുക്കി തരികയാണ്. ആദ്യത്തിനാണെങ്കിൽ ഓരോ കറികൾക്കുള്ള തേങ്ങ എനിക്ക് ചിരകിത്തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയലിക്ക് 1.5 തേങ്ങയാണ് വേണമെങ്കിൽ അത് എനിക്ക് ചിരകിത്തരും. എന്നിട്ട് മൂപ്പര് കോലായത്ത് പോയിരുന്നു ഫോൺ കളിക്കുക. പിന്നെ അടുത്ത കറിയാകുമ്പോൾ വീണ്ടും വരും, അമ്മ ആയോ തേങ്ങ ചിരകാറായോ. അങ്ങനെ തേങ്ങ ചിരകൽ എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ആദ്യ തവണ ഏറ്റെടുത്തിട്ടില്ല കേട്ടോ. ഞാനുണ്ടാക്കിയ എല്ലാ സദ്യവട്ടത്തേക്കും മൂപ്പര് തന്നെയാണ് തേങ്ങ ചിരകി തന്നത്.
അച്ചൂട്ടനെ ഞങ്ങൾ വിളിച്ചിട്ടില്ല കേട്ടോ. അവൻ എണീറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവൻ അവിടെ കിടന്നോട്ടെ എന്ന് ആദ്യം പറഞ്ഞു. അവനെ വിളിക്കേണ്ടെന്ന് പോകാം. പക്ഷെ ഇന്നലെ പറഞ്ഞാണ് എന്നെ വിളിക്കണം, രാവിലെ നേരത്തെ എണീറ്റാലാണ് രാവിലത്തെ ഓണം കാണാൻ പറ്റുള്ളൂ. എന്താ ഉദ്ദേശിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ ഈ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് കാണാനായിരിക്കും. എന്തായാലും വിളിച്ചില്ല. നേരെ ഇത്തിരി പരപര വെളുത്തിട്ടാണ് അവനെ എണീപ്പിച്ചേ. ഏട്ടൻ്റെയും അച്ഛൻ്റെയും കൂടെ എണീച്ച് അടുക്കളയിൽ കൂടണം, എൻ്റെ കൂടെ ഞങ്ങൾ പറയണമൊക്കെ കേൾക്കണം, ഓണസദ്യ ഉണ്ടാക്കണമൊക്കെ കാണാം. മൂപ്പർക്ക് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അത് തിന്നണമെന്നോ അത് ഇന്ന കറി വേണമെന്നോ അങ്ങനത്തെ യാതൊരു ഡിമാൻഡും ഇല്ല കേട്ടോ. ഈ ഓണക്കാലത്തൊക്കെ എൻ്റെ കുട്ടിയുടെ വയറ്റിൽ ആകെ ഉണ്ടാവുക പഴം പുഴുങ്ങിയതും പപ്പടം കാച്ചിയതുമാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ എടുത്ത് കുഴച്ച് പൊടിച്ച് അങ്ങനെ കഴിക്കും മൂപ്പര്. അല്ലാണ്ട് സദ്യ ഐറ്റംസ് ഒന്നും തന്നെ എടുക്കില്ല, തിന്നില്ല. നിർബന്ധിച്ച് നമ്മളങ്ങോട്ട് വാരി കൊടുത്താൽ അകത്തെന്തേലും പെടും, അത്രയേ ഉള്ളൂ. ഈ ഓണം പോലുള്ള അണ്ടർജികളൊക്കെ വരുമ്പോഴത്തേക്കുവേ നമ്മുടെയൊക്കെ വീട്ടിൽ ഒന്നോ രണ്ടോ ആളാണേലും ശരി, ഇനിയിപ്പോൾ ഒരുപാട് പേര് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ഈ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലേ. ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ. എന്നുവെച്ചാൽ എത്ര കുറച്ച് ആളാണെങ്കിലും സദ്യ ആയി വരുമ്പോഴത്തേക്കും അത് കുറേശ്ശെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നിച്ചത് തിന്നാൻ പോവുകയും ചെയ്യില്ല. പിറ്റേ ദിവസത്തേക്കൊന്നും വേണ്ടതാനും പെട്ടെന്ന് മടുക്കുമല്ലോ. നേരെ മറിച്ച് നോൺ വെജ് ആണെങ്കിൽ ഇന്നുണ്ടാക്കിയത് നാളെ മറ്റന്നാളോ പിറ്റന്നാളോ ഒരാഴ്ച വരെ നമ്മൾ ചൂടാക്കി അകത്താക്കുമല്ലേ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇത്തവണ അങ്ങനെ ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. ആദിയുടെ +2 പഠിക്കുന്ന 2 കുട്ടികളേനെയും പിന്നെ അവൻ്റെ നാട്ടിലുള്ളൊരു കൂട്ടുകാരനെ 3 പേരെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരാളെ വന്നുള്ളൂ, ഞാൻ വീഡിയോ പോകെ പറയാതെ. പക്ഷേ ആരെ വിളിച്ചില്ലെങ്കിലും നമ്മൾ സദ്യവട്ടങ്ങളെല്ലാം ഉണ്ടാക്കണം, അത് നിർബന്ധമാണ്. അതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകതകൾ അല്ലേ. പുതിയ ഡ്രസ്സ് ഇടുക, വീടുകളിലൊക്കെ നിറയെ ഭക്ഷണം ഉണ്ടാവുക, എല്ലാവരും വയറ് നിറച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിരിക്കുക, അതൊക്കെയാണല്ലോ മാവേലിക്ക് കാണണ്ടേ. എൻ്റെയൊക്കെ ചെറുതിലുണ്ടല്ലോ ഈ ഓണക്കോടി എടുത്തു കഴിഞ്ഞാൽ ഉത്രാടം നാളിടിക്കും കേട്ടോ. എന്ന് വെച്ചാൽ അന്നാണ് കുട്ടികളോണം എന്ന് പറയണത്. അപ്പോൾ അന്ന് അമ്മയൊക്കെ ഉത്രാടം നാളും തിരുവോണം നാളും സദ്യ ഉണ്ടാക്കും. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ കുളി കഴിഞ്ഞ് പുതിയ ഡ്രസ്സ് ഇടുക, ഒരു കൂട്ടമല്ലേ ഡ്രസ്സൊക്കെ എടുക്കുള്ളൂ. ഇന്നത്തെ മാതിരി 1-2 ഡ്രസ്സൊന്നും എടുക്കില്ല. അപ്പോൾ ആ ഡ്രസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഉത്രാടത്തിൻ്റെ അന്ന് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അമ്മ തിരുമ്പിയിടും. എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇടും. കാരണം തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയും കുളിച്ചിട്ട് അത് തന്നെ ഇടണം. എന്നിട്ട് വേണം നമുക്ക് ആ പുതിയ കുപ്പായം ഇട്ടിട്ട് അമ്മമ്മയുടെ വീട്ടിലേക്ക് വിരുന്ന് പോകാൻ കേട്ടോ. അപ്പം ഞാൻ ആ കഥകളൊക്കെ എൻ്റെ ആദിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നേ. അച്ചൂട്ടനും ആദിക്കും എപ്പോഴും പറഞ്ഞു കൊടുത്ത കഥകൾ തന്നെയാണ്. എന്നാലും ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ഡ്രസ്സ് എടുത്തേയും ഓണത്തിന് വിരുന്ന് പോകുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പുലർച്ചെ സമയത്ത് ചർച്ചാ വിഷയം. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ അമ്മമാരെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ പണിയെടുക്കും. നമ്മൾ വേറെ എവിടെയെങ്കിലും കിടന്നുറങ്ങുകയോ TV കാണുകയോ ഒക്കെ ചെയ്യുമല്ലോ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് അമ്മമാർ വിളമ്പി തരുന്ന ഫുഡ് കഴിക്കുമ്പോൾ വയറ് നിറച്ചും കഴിച്ച് അത് പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് വീണ്ടും ഇത്തിരി നേരം TV കാണണം, ഫോൺ കളിക്കണം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണം, ടൂറ് പോകണം, ആ ഒരു അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷെ എത്ര പേര് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ സദ്യയൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ അമ്മേനെ നോക്കിയിട്ട് അമ്മ എന്തൊരു ടേസ്റ്റ് ഉണ്ടാക്കിയത്, നന്നായിട്ടുണ്ട് എന്ന് പറയുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പോൾ നന്നായാലും നന്നായില്ലെങ്കിലും നമ്മുടെ അമ്മമാർ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുക്കി തരുമ്പോൾ വെറുതെ എങ്കിലും നമുക്ക് പറയാം അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലതാണ് എന്നൊക്കെ മറ്റുള്ളവരോട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിച്ചിട്ട് ജെന്യുവനായിട്ടുള്ള അഭിപ്രായം നമുക്ക് പറയാം, ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന അമ്മയെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നന്നായിട്ടുണ്ട്, നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ അല്ലേ. ഇപ്പം എൻ്റെ ഉണ്ണിയോളം അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വ്ളോഗൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പകുതി തിന്നുന്നതിൻ്റെ മുന്നേ വാ സൂപ്പർ എന്നുള്ള ആക്ഷനൊക്കെ കാണിക്കും. ഇത്തവണ എൻ്റെ സദ്യ ഐറ്റംസ് ഒന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. ഉണ്ടാക്കിയതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തിരി തേങ്ങാരപ്പ് കൂടിപ്പോയി, അത്രയും തേങ്ങാരപ്പ് വേണ്ടിയിരുന്നില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പ്രശ്നമൊന്നുമില്ല. പുളിയിഞ്ചി ഞാൻ പിന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇത്തിരി കട്ടയായിപ്പോയി. പക്ഷെ എൻ്റെ വലിയ ഏടത്തിയമ്മ എനിക്ക് പുളിയിഞ്ചി വേറെ തന്നിട്ടുണ്ടായിരുന്നു, എള്ളൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ല അടിപൊളി പുളിയിഞ്ചിയായി കിട്ടിയിട്ടോ. പിന്നെ പായസം ഫ്ലോപ്പായിരുന്നു, അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കേ. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഏട്ടനും കൂടി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം അവിയൽ വെക്കുന്നുണ്ട്, എന്നുവെച്ചാൽ തറവാട്ടിക്കും കൊടുക്കാം. ബാക്കി ഉണ്ടെങ്കിൽ അവിയലല്ലേ, കുഴപ്പമൊന്നുമില്ല, പിറ്റേ ദിവസത്തേക്ക് എടുക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ കുറച്ച് തോനെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും എരിവിന് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പം മുളക് പൊടി ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പച്ചമുളക് തോനെ ചതച്ചാൽ മതി. അവസാനം നമ്മൾ തേങ്ങ ചതയ്ക്കൂലേ, ആ സമയത്ത് കൂടുതൽ പച്ചമുളക് ചതച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞ കളറിൽ തന്നെ അവിയൽ കിട്ടും. മഞ്ഞപ്പൊടി മുളക് പൊടി ആകുമ്പോൾ ഒരു ഭംഗിയില്ല, വേറൊരു നിറം കിട്ടുമെന്ന് മാത്രം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചിലപ്പോൾ ചെയ്യുക, ചിലപ്പോൾ വെറും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് കഷ്ണങ്ങൾ വേവിക്കുക. ഓരോ സമയത്ത് ഓരോ മാതിരിയാണ് കേട്ടോ. അതുപോലെ ഈ അവിയലൊക്കെ വെക്കുമ്പോഴേ എൻ്റെ നാട്ടിലൊക്കെ ശർക്കരയൊന്നും ഇടൂല, വെറും പുളി ഒഴിച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് ആദ്യ സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അവിയൽ കഴിക്കുമ്പോൾ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് ശർക്കര ഇട്ട അവിയലാണ് ഇഷ്ടം, അല്ലാണ്ട് എന്താ പറയുക പുളി ഒഴിച്ചിട്ടുള്ള അവിയൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പം എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ അവിയൽ കഴിക്കുകയേ ചെയ്യില്ല കേട്ടോ. അപ്പോൾ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി കുറച്ചധികം ഞാൻ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നതാണ് നേരത്തെ കാണിച്ചത്. നമ്മൾ ഈ മസാലക്കറിയിലോട്ട് വെല്ലുള്ളി കൂട്ടില്ല കേട്ടോ. പച്ചപ്പട്ടാണി ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വലിയ 2 കിഴങ്ങും അതുപോലെ 1-2 ക്യാരറ്റും നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, ചതുരം കഷ്ണാക്കിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ഫ്ലവർ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അതും അതിലോട്ട് ഇങ്ങനെ പിച്ചി പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും അധികം ചെറിയുള്ളി ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് നമ്മൾ മസാലക്കറി നല്ല സൂപ്പർ ആവുള്ളൂ. പിന്നെ വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മസാലക്കറിയാണ് കേട്ടോ. അമ്മ ഇങ്ങനെയാണ് മസാലക്കറി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ബാക്കി സദ്യകളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. പക്ഷേ മസാലക്കറി മാത്രം അത് അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. മസാലക്കറി സാമ്പാറും എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയാലാണ് തൃപ്തിയാവുള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് ഇത് കേട്ടോ. അപ്പോൾ പച്ചപ്പട്ടാണിയും ഫ്ലവറും കിഴങ്ങും ക്യാരറ്റും തക്കാളിയും ചെറിയുള്ളിയും കൂടെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുക നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടമാണല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് എരിവൊക്കെ വേണം. അപ്പോൾ ഞാൻ അത്യാവശ്യം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന മുളക് പൊടിയുടെ ഒരു പകുതി മല്ലിപ്പൊടി എടുക്കുക. ചിക്കൻ മസാല കുറച്ചധികം ഇടാം, ചിക്കൻ മസാലയുടെ ഒരു ടേസ്റ്റ് ഇതിലോട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരക്കിയ കാരണം കൊണ്ട് ഒരു പൊടികളുടെ മസാലക്കുത്ത് ഒട്ടും മുന്നിൽ നിൽക്കില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണേ. ഒരു 1-2 വിസിൽ വെച്ചാൽ മതി. എന്നിട്ട് ആവി ഒന്ന് കളയണം. അല്ല 2 വിസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ആവി ഒന്നും ഒട്ടും കളഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയുക ഫ്ലവറും കിഴങ്ങും അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ പറ്റി ഇങ്ങോട്ട് ഉടഞ്ഞു പോവുകയുള്ളേ. തക്കാളി 1.5 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വലിയ തക്കാളി കൊണ്ട് 1 ചേർത്തിട്ടുള്ളൂ. തക്കാളിയുടെ ഒരു പുളിപ്പൊക്കെ ഇത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 1.5 വലിപ്പമുള്ള തക്കാളിയായിരുന്നു. അപ്പോഴത്തേക്കും അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറുപ്പശ്ശേരിക്കാർ അവിയൽ വെക്കുന്നത് ശർക്കര ഇട്ടിട്ടാണ്. നല്ല ടേസ്റ്റാണ്, ഒരുപാടൊന്നും ഇടില്ല, 1-1.5 പൊട്ടൊക്കെ തന്നെയാണ് ഇടുള്ളൂ. എനിക്ക് ഈ മധുരമുള്ള അവിയലാണ് ഇഷ്ടം കേട്ടോ. കുറച്ച് തൈരിൻ്റെ ആ ഒരു പുളിയും ശർക്കരയുടെ മധുരമൊക്കെ വരുമ്പോഴത്തേക്കും അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എനിക്കെൻ്റെ വീട്ടിലത്തെ പുളി അവിയൽ ഇപ്പോൾ വായിൽ വയ്ക്കാൻ ഇഷ്ടമല്ല, ഞാൻ ഒട്ടും കഴിച്ചു നോക്കില്ല. അമ്മയടുത്ത് പണ്ടൊക്കെ ഉണ്ടല്ലോ പറഞ്ഞിരുന്നു, അമ്മേ ചെറുപ്പശ്ശേരിക്കാർക്ക് അവിയലൊന്നും വെക്കാറില്ലെന്നേ, ഒരു മധുരം അവരുടെ അവിയലെന്ന്. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയെ കൊണ്ട് അവിയലൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയത്തെ അവിയൽ ഞാൻ വായിൽ വയ്ക്കില്ല, തൊട്ട് ഉപ്പ് പോലും നോക്കൂല. എനിക്ക് മധുരമുള്ളത് ഇഷ്ടമുള്ളൂ. അപ്പോൾ അമ്മ ഞാനുള്ള സമയത്ത് അവിയൽ വയ്ക്കുമ്പോൾ അവിയലിൽ ശർക്കരയൊക്കെ ഇട്ട് മധുരമാക്കിയിട്ട് ഞങ്ങൾക്കുള്ളത് മാറ്റി തരും. കഷ്ണങ്ങളിൽ ആ ശർക്കരയൊക്കെ അലിങ്ങി പിടിച്ച് തൈരും അതുപോലെ തേങ്ങയും പച്ചമുളകും കൂടെ നല്ലോണം ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് അവിയൽ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ നമ്മളെ തൊടിയിലുണ്ടായിരുന്ന പഴക്കൊല വെട്ടിയതാണ്, അപ്പോൾ അതൊക്കെ പഴുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമൊന്നും അല്ലെങ്കിലും ഓണമൊക്കെ അല്ലേ, അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കാം, നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. നാളെ തിരുവോണത്തിന് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുകയും ചെയ്തോ എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയിട്ട് അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മുടെ മസാലക്കറി വേവിച്ച് വെച്ചില്ലേ, അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്താണ്. ഇനി അതിലോട്ട് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുക, അത്രയേ ഉള്ളൂ. മസാലക്കറി നല്ല സെറ്റാവും, നല്ല ടേസ്റ്റാണ് ഈ മസാലക്കറിക്ക് കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയും വേണ്ട. അപ്പം നല്ല വറുത്ത് അരച്ച തേങ്ങ അരപ്പാണ് ഇത്. അതിലോട്ട് വേറെ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. തേങ്ങ നല്ല ചൊകേനെ വറക്കുക, എന്നിട്ട് അത് ആ ഒരു അരപ്പ് നല്ല കട്ടയാക്കിയിട്ട് മസാലക്കറിയിലോട്ട് തട്ടിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇത് തേങ്ങ അരപ്പ് ഇതിലൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി
ചതച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതൊരുപാട് നേരത്തെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ആ ലാസ്റ്റ് ഘട്ടമാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് തിളച്ച് അതിൻ്റെ ആ ഫ്ലേവറൊന്നും പോകണ്ട. ജസ്റ്റ് ഒരു 1-2 തള തിളച്ചാൽ മാത്രം മതി കേട്ടോ. അതിലോട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 1-2 തളയും തിളച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ മസാല കറി റെഡിയായി. പിന്നെ നമ്മളിത് വറുത്തിടുകയൊന്നും ചെയ്യില്ല, ജസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. ഇനി നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാൻ പോവുകയാണേ. സാധാരണ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ കടലപ്പരിപ്പ് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ. നമ്മൾ എണീറ്റിട്ട് അതൊന്ന് ജസ്റ്റ് കഴുകിയെടുത്ത് കുക്കറിൽ ഒരു 1-2 വിസിൽ വെച്ച് പാതി വേവിലെടുക്കുക. അപ്പോഴത്തേക്കും കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിൽ വേവിച്ച് മിക്സ് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. തവണ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു തലേദിവസം. അപ്പോൾ പിന്നെ കഷ്ണങ്ങളും കടലപ്പരിപ്പും ഒന്നിച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് വേവിക്കാമെന്ന് ഓർത്തു. കഷ്ണങ്ങളെ കൂടെ കടലപ്പരിപ്പ് പകുതി വേവ് ആയി കിട്ടിക്കോളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഓൾറെഡി ഇട്ട് കുതിർന്നതാണല്ലോ. കടലപ്പരിപ്പ് നല്ലോണം വേവാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വേവാനേ പാടുള്ളൂ, ഒരു പകുതി വേവ്. അപ്പോൾ അതിലോട്ട് തേങ്ങാരപ്പിന് വേണ്ടിയിട്ട് നല്ല ജീരകവും തേങ്ങയും ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കോരി എടുക്കണം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പും കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. ഇതിൽ വേറെ ഒരു പൊടികളും ഒന്നും ചേർത്തിട്ടില്ല, വെറും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കടലപ്പരിപ്പൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്കും പൊട്ടിക്കിട്ടി അത്യാവശ്യം വെന്തു. ഇത്രേ വേവ് പാടുള്ളൂ. കഷ്ണങ്ങൾ നല്ലോണം വെന്തു, കടലപ്പരിപ്പ് ഒരു 3/4 വേവ് കേട്ടോ. ഇനി അത് ഇതിൽ കടന്നിങ്ങനെ തിളച്ച് ഇങ്ങനെ ഇത്തിരി കടിക്കാൻ കിട്ടണം കൂട്ടുകറിയിൽ കടലപ്പരിപ്പിന്. അപ്പോൾ നമ്മളിനി ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാരപ്പ് ഇട്ടതിന് ശേഷം. ഇനി ആ അരപ്പിലെല്ലാം കടന്ന് ആ ഒരു ശർക്കര നല്ലോണം അലിഞ്ഞ് കുറുകി ആ കഷ്ണങ്ങളിലൊക്കെ ആ ഒരു ശർക്കരയുടെ മധുരമൊക്കെ പിടിക്കട്ടെ. ഒരുപാടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, 1.5 ഇട്ടിട്ടുള്ളൂ, ഒരച്ചും പിന്നെ ഒരു കുഞ്ഞിപ്പൊട്ടും. അതിനുശേഷം ഒരു തേങ്ങയാണ് ഈ ഒരു കൂട്ടുകറിയിലോട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല കളറാവുന്ന വരത്തേക്കും വറക്കണം. അപ്പോൾ നമ്മളിത് വറക്കാൻ വേണ്ടി കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ആ തേങ്ങയിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊന്തി വന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ തേങ്ങ ഒരു അരികയ്ക്ക് നീക്കിയിട്ട് കടുകും കറിവേപ്പിലയും ചുമന്ന മുളകും എല്ലാം അതിൽ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാരപ്പൊക്കെ ഒഴിച്ച് നല്ല റെഡിയായി സെറ്റായിരിക്കുന്ന ശർക്കരയുടെ മധുരമൊക്കെ പിടിച്ച ആ ഒരു കൂട്ടിലോട്ട് നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്ന തേങ്ങ അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കൂട്ടുകറിയുടെ പണികൾ കഴിഞ്ഞു. ടേസ്റ്റായിരുന്നു, നന്നായിരുന്നു പറഞ്ഞു ഏട്ടനൊക്കെ കേട്ടോ. അപ്പോൾ കൂട്ടുകറി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. പാകത്തിന് മധുരവും അതുപോലെ ആ കുരുമുളകിൻ്റെ ആ നീറ്റലും ഒക്കെയുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള കൂട്ടുകറി കേട്ടോ. ഞാൻ ഓർത്തിട്ടില്ല എനിക്ക് കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ പാടിയെന്നുള്ളത്. അപ്പോൾ എനിക്കിത് വലിയൊരു അത്ഭുതമാണ്. നമ്മളിങ്ങനെ സദ്യയിലൊക്കെ പോയി കഴിക്കുമ്പോൾ നമ്മൾ ഓർക്കൂലേ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്തോ ഒരു പാടാണ്. ശരിക്കും ഇത്ര എളുപ്പമാണല്ലേ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. എൻ്റെ ആദ്യയുടെ ഫേവറേറ്റ് കറിയാണ് കൂട്ടുകറി കേട്ടോ. അവിയൽ, കൂട്ടുകറി, സാമ്പാർ, അങ്ങനെ ഈ 3 ഐറ്റം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇനി നമ്മൾ ഓലന ഉണ്ടാക്കണത് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു കഷ്ണം മത്തങ്ങയും കുമ്പളങ്ങയും കഴുകി വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് പാത്രത്തിലിട്ട് കൊടുത്തിട്ട് ഉപ്പുപൊടിയും അതുപോലെ മുളകും കീറിയിട്ട് ജസ്റ്റ് അടച്ചു വേവിക്കുക. അതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, കഴുകി ഊറ്റിയ വെള്ളം മാത്രം മതി. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ നാളികേരപ്പാൽ ഒഴിക്കുക, 1-ാം പാൽ. അതോടുകൂടി ഓലൻ്റെ പണി കഴിഞ്ഞു. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും തൂക്കി കൊടുത്താൽ മതി. മറ്റേ അടുപ്പത്ത് ഞാൻ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള തേങ്ങാരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സാമ്പാർ വയ്ക്കുമ്പോഴത്തേക്കും സാമ്പാറിൽ പൊടികളിടില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ കഷ്ണങ്ങളിൽ ഇടുള്ളൂ. തേങ്ങ വറക്കുമ്പോൾ അതിലോട്ടാണ് പൊടികളൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണത്. അപ്പോൾ സാമ്പാറൊക്കെ ആയതിന് ശേഷം ഞാൻ കേബേജ് തോരനാണ് ഉണ്ടാക്കിയത്, അതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. ഏകദേശം ഒരു 8:30-9 മണിയോട് കൂടിയിട്ട് എൻ്റെ സദ്യയുടെ പരിപാടികളെല്ലാം തീർന്നു. പായസം കൂടി ആയപ്പോഴത്തേക്കും ഒരു 10:30 മണിയായി. 10:30-10:45 കൂടിയിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ. എല്ലാ തവണയും ഞാൻ അധികവും പരിപ്പ് പായസമാണ് ഉണ്ടാക്കുക, നമ്മളെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പരിപ്പ് പായസം. പക്ഷേ അച്ചൂട്ടന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുഞ്ഞൊരു സേമിയയുടെ ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് മേടിച്ചു കൊടുത്തിട്ട് അങ്ങനെ അവനുള്ളതും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത്തവണ ഞാൻ ഓർത്തു അച്ചൂട്ടൻ്റെ ഫേവറേറ്റ് പായസം തന്നെ ആയിക്കോട്ടെ എന്ന്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പായസം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തോറ്റിട്ടില്ല കേട്ടോ. പായസം നല്ല ഫ്ലോപ്പായിരുന്നു. അപ്പം ഞങ്ങളുടെ പായസം അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. ബാക്കി ഏകദേശം ഹാപ്പി ഓണം പറയണം അല്ലേ. ബാക്കി ഏകദേശം എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ട്. ഇനി പായസാവ് തരും, മിൽക്ക് ഒഴിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ തരും. അപ്പളേ എല്ലാവർക്കും ഞങ്ങളുടെ വക നല്ലൊരു ഹാപ്പി ഓണം ആശംസിക്കുകയാണ് കേട്ടോ. ചൂട്ടൻ ഓണത്തിനമ്മേനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്രമാത്രം തേങ്ങകളൊക്കെ പൊടിച്ചതെന്ന്. അപ്പൊ അതിലൊന്നും ഉണ്ടായിരുന്നോ?
ഇന്നിപ്പോൾ നമ്മൾ ഉത്രാടനാളിക്കുള്ള എല്ലാ സദ്യ ഉണ്ടാക്കാനുള്ള തേങ്ങ എടുത്തു, ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നാളത്തേക്ക് വേണേലും എടുക്കാം അല്ലേ. വിശേഷങ്ങളെല്ലാം ഇപ്പോഴും ഒരു പ്രതീക്ഷകളുടെ കാത്തിരിപ്പ് തന്നെയാണ് അല്ലേ. എല്ലാ വർഷവും നമ്മൾ ഓരോരോ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കും അടുത്ത വർഷത്തെ ആഘോഷം ഒന്നുകൂടി മെച്ചപ്പെടുത്തണം, ഒന്നുകൂടി നല്ലതാക്കണം, എവിടെയെങ്കിലുമൊക്കെ പോകണം, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ആരെങ്കിലുമൊക്കെ വിളിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കുമല്ലോ. അപ്പോൾ ചിലതൊക്കെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നടക്കും, ചിലതൊന്നും നടക്കില്ല, അതുമാതിരി തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഈ വർഷം ഞങ്ങൾ ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ഇട്ടായിരുന്നതാണ്. അപ്പോൾ ആ പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല. തൽക്കാലം ഏട്ടൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു ചെറിയ ട്രിപ്പ് പോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോട്ടെ, അങ്ങനെ എപ്പോഴൊന്നും പോവാത്തല്ലേ, അപ്പോൾ നമുക്ക് ഇനിയും പോവാലോ. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടുത്ത വർഷത്തെ ഓണത്തിന് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന്. പ്ലാനിങ് ആണ്, പ്രാർത്ഥനയാണ്, കാത്തിരിപ്പാണ്. ഈ വർഷം ഓണം കഴിയുന്നേ ഉള്ളൂ, അതിൻ്റെ മുന്നേ പറയുക. അങ്ങനെയാണല്ലോ, വിഷുവിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും ഒരു വർഷം നടക്കാത്ത കാര്യങ്ങൾ അടുത്ത വർഷം എല്ലാവർക്കും നടക്കട്ടെ എന്ന് നമുക്ക് വെറുതെ പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം അല്ലേ. അപ്പം അങ്ങനെ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകളെല്ലാം നിറവേറട്ടെ, നല്ല നല്ല ആഗ്രഹങ്ങളെല്ലാം സർവേശ്വരൻ സാധിപ്പിച്ചു തരട്ടെ. ഇന്നിപ്പോൾ ഉത്രാടത്തിനാണ്. ഏട്ടൻ രാവിലെ ഒരു കിണർ പണിയുണ്ട് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിയോട് രണ്ടാളും കോലാത്തിരിപ്പുണ്ട്, ഒരുത്തൻ ഫോണിൽ കളിക്കണു. അച്ചൂട്ടൻ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് TV കാണാനായിട്ട്. പിന്നെ നമ്മളെ സേമിയ പായസം കൂടി ആയിക്കഴിഞ്ഞ് ഏട്ടൻ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓണസദ്യ കഴിക്കാം. അതുപോലെ നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത ലോങ് വീഡിയോയിലേ നമ്മുടെ അച്ചൂട്ടൻ്റെ സ്ഥിരം ഫാനായിട്ടുള്ള വൈഷ്ണവ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അച്ചൂട്ടൻ തേങ്ങ പൊളിച്ചതൊന്നും അത്ര അങ്ങ് പിടിച്ചില്ല, അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചേന്ന്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞിട്ടോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല കേട്ടോ. അവനിടയ്ക്കൊരു മീനാവല അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞേ അറിയോ, അത് പിന്നെ എൻ്റെ ഫാനല്ലേ അമ്മ, ഫാൻസിന് വിഷമം ഉണ്ടാവില്ലേ ഞാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, അത് അതിൻ്റെയാ, അത് സാരമില്ല അമ്മ പറഞ്ഞാൽ മതി, അച്ഛൻ ഒറ്റയ്ക്ക് ഇഷ്ടത്തിന് ചെയ്തതാന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഫാൻസ് എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ചോളും എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ വിവരം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളേ. ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കും കേട്ടോ, ഇപ്പോൾ ഈ വൈഷ്ണയൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ടൊന്നും അറിയില്ല അല്ലേ, ഏതോ സ്ഥലത്ത് എവിടെയോ ഉള്ള ഒരാൾ, നമ്മളും അങ്ങനെ തന്നെ. എന്നിട്ടും ഈ ഒരു വ്ളോഗുകളൊക്കെ കണ്ടിട്ട് കമൻറ്റിലൂടെ നമുക്കിടയിൽ വരുന്ന ഒരു ആത്മബന്ധം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ് അല്ലേ. വൈഷ്ണവിനെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഞങ്ങളെപ്പറ്റി വൈഷ്ണവ് സംസാരിക്കാറുണ്ട്, ഒരു പ്രത്യേക ബോണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ഈ വ്ളോഗിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കമൻറ്റിൽ വരുന്ന നന്നല്ലാത്ത എക്സ്പീരിയൻസ് മുന്നേ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെയൊക്കെ വെച്ച് അങ്ങനത്തെ കമൻറ്റ്സ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവരടുത്ത് ചെയ്യരുതേ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും എന്നെ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് പിന്നെ ഇനിയിപ്പോൾ അവർ നിർത്താൻ പോകുന്നുണ്ടാവില്ല അല്ലേ. അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തോളാം കമൻസൊക്കെ, പരിധി വിട്ടിട്ട് തന്നെയാണ് വരുന്നത്. ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ അവരിൽ നിന്ന് ഹൈഡ് ചെയ്തോളാം. അപ്പോൾ പിന്നെ അവർക്ക് എൻ്റെ ചാനലിൽ വന്നിട്ട് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ, ഇൻസ്റ്റയിലൊക്കെ വന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ പിന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തോളാം. ചിലപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ വിഷയം പെട്ടെന്ന് മാറി പോട്ടോ, ഓണത്തിൻ്റെ ഇടയിൽ ചെറിയൊരു പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ മാതിരി ആയിപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സദ്യവട്ടങ്ങൾ കേട്ടോ. നമ്മൾ അവയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മൾ കായ വറുത്തത് നമ്മൾ തലേദിവസം വറുത്തതാണ്, ശർക്കര വരട്ടി അത് നമ്മൾ മേടിച്ചതാണ്, കാളം കുറുക്കിയതുണ്ട്, അച്ചാറുണ്ട്, ഓലയുണ്ട്, കൂട്ടുകറിയുണ്ട്, ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്, പുളിയിഞ്ചിയുണ്ട്, പപ്പടം കാച്ചിയുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മസാലക്കറി ഞാൻ പറഞ്ഞായിരുന്നോ, മസാലക്കറി ഇതിൽ വിളമ്പിയിട്ടില്ല, ഉണ്ട് ആ ഇലയുടെ തലക്കുള്ളത് മസാലക്കറിയാണ്. പിന്നെ നല്ല സാമ്പാറും പിന്നെ ഒരു പഴം പൊങ്ങിയ കഷ്ണവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണസദ്യ. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം എല്ലാം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഏട്ടനൊക്കെ പറഞ്ഞായിരുന്നേ. പക്ഷെ പായസവും പുളിയിഞ്ചി അത് മാത്രം ചീറ്റിപ്പോയി. എന്താ ഞാൻ ഒറ്റയ്ക്കിരുന്നുണ്ട്, നമുക്കാരുമില്ലല്ലോ പ്ലേറ്റിൽ കഴിച്ച് അച്ഛക്ക് പറഞ്ഞിട്ട് പറ്റില്ല, ഇത് തിന്നാണ് വേണ്ട 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 കൈ കഴിക്കണം. ഇവിടെ വാ, അമ്മ വരത്തല കുട്ടി എന്താ വേണ്ട ആയിക്കോട്ടെ. 2 ഗ്ലാസ് പായസം 3 ആയ പപ്പടം കൂട്ടിട്ട്
ഒരു കറി വേണ്ട, പപ്പടം കൂട്ടിട്ടുണ്ട്. നേരത്തെ കഴിച്ചിട്ടില്ല, നമ്മൾ ശ്രദ്ധിച്ചു. സംഭവം എന്താണെന്നറിയോ, ഏട്ടൻ ഒരു 11 മണിക്ക് വന്നു കേട്ടോ. എന്നിട്ടൊരു കിണ്ണം എടുത്തിട്ട് വേഗത്തിൽ വിളമ്പിത്താൻ ഞാൻ കഴിച്ചിട്ട് പോട്ടെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഏട്ടാ ഇലയിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. അല്ലേ എനിക്ക് ചെറിയൊരു തിരക്കുണ്ടെങ്കിൽ ഇപ്പോൾ വരാമെന്ന്. അപ്പോൾ എനിക്ക് സങ്കടമായിട്ട് ആ പ്ലേറ്റ് കഴിച്ചത് ആ ഇലയിൽ വാരി കഴിച്ചാൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്നു ഇവിടെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ ആൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇലയിലിരിക്കാം ഇരുന്നോ. എന്നിട്ട് വാശി പണിത്തിരക്കിൻ്റെ ഇടയിലാന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട നിങ്ങൾ പ്ലേറ്റിൽ തന്നെ കഴിച്ചോ ഞാനിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. ഞാനും വാശിക്ക് ഒട്ടും മോശമല്ല. അപ്പോൾ പിന്നെ ഏട്ടൻ എൻ്റെ അടുത്ത് ഇത്തിരി പിണങ്ങി പ്ലേറ്റിൽ തന്നെ കഴിച്ചിട്ട് പോയിട്ടോ. ഒപ്പം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒരുപാട് വലിയ ആഗ്രഹമൊന്നുമല്ല നമ്മൾ ചോദിച്ചത്. പണിത്തിരക്കിൻ്റെ ഇടയിലാവുന്നതുകൊണ്ടാണെങ്കിലും കൂടെ എനിക്കത് വല്ലാത്ത സങ്കടമായി. അപ്പോൾ എന്നാൽ ഞങ്ങൾ ഇരുന്ന് കഴിക്കാൻ ഓർത്തപ്പോൾ ആദ്യത്തിൻ്റെ കൂട്ടുകാരൊക്കെ വന്നത്. അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്നും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വെറുതെ സങ്കടം പറഞ്ഞപ്പോൾ അച്ചൂസ് കൂടെ വന്നിരുന്നതാണ് കേട്ടോ. അവനെന്തോ മാതിരിയായിരുന്നു ഏട്ടൻ എൻ്റെ കൂടെ കഴിക്കാതിരിക്കാത്തത് കണ്ടിട്ടേ. അതൊരു കണക്കിന് നന്നായി. അതുകൊണ്ട് എൻ്റെ അച്ചൂട്ടൻ്റെ വായയിൽ കുറച്ച് ഒരു 6-7 വായ ചോറായിട്ടുണ്ട്. എന്നുവെച്ചാൽ അവൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കുകയേ ചെയ്തിട്ടില്ല. കുറച്ച് നേരം ചോറിലൊക്കെ കളിച്ചിരുന്ന് അതങ്ങനെ നമ്മൾ പെൺകുട്ടിക്ക് കൊടുക്കണ്ടായത് കേട്ടോ. അച്ചൂട്ടൻ അത് മുഴുക്ക കഴിച്ചില്ല. നമ്മളെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് അത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം കിട്ടുക അല്ലേ. പക്ഷേ ചിലതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താൽ നടക്കും, ചിലതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഇന്നത്തെ എൻ്റെ ഊണുണ്ടായത്. നമ്മളിതെല്ലാം ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു സന്തോഷം. എനിക്ക് വേണേൽ മക്കളുടെ കൂടെയൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ, പക്ഷേ ഏട്ടൻ എൻ്റെ കൂടെ ഇരുന്നില്ലല്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിക്കോട്ടെ, ഞാൻ ആരുടെയും കൂടെ ഇരിക്കില്ല എന്നുള്ള വാശിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്രയധികം വാശി കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഉത്രാടത്തിൻ്റെ അന്നും കൂടെ പണിയുണ്ടെങ്കിൽ പണിക്ക് പോകുമെന്ന് പറയുമ്പോൾ അവരൊരു പണിയുണ്ടെങ്കിൽ അത് ഒഴിവാക്കൂല. കിട്ടുന്ന പൈസ എന്തിനാ കളയണേ, അത് ഇതല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് എടുക്കാമല്ലോ എന്നങ്ങനെ ഓർത്ത് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതും കൂട്ട് എനിക്ക് കാത്തിരിക്കാനും കൂടെ ഇരിക്കാനും ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾ ഏട്ടനല്ലേ. അപ്പോൾ ഏട്ടൻ ഇല്ലാതെയും അതിൻ്റേതായൊരു വിഷമവും സങ്കടമൊക്കെ. അപ്പോൾ പിന്നെ എൻ്റെ കുറുമ്പും വാശിയൊക്കെ കാണിക്കാനും എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. ഞാനെപ്പോഴും ഏട്ടൻ്റെ അടുത്ത് പറയും മക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ വേറൊരു സന്തോഷം, ഏട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വേറൊരു സന്തോഷം. അത് ഏട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടാത്തത് മക്കളെ കൂടെ ഇരിക്കുമ്പോഴോ, മക്കളെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടാത്തത് ഏട്ടൻ്റെ കൂടെ ഇരുന്നാലോ കിട്ടില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അത് വേറെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ അതൊന്നും ഇത്തവണ എനിക്ക് ഓണസദ്യ കഴിച്ചപ്പോൾ ഉണ്ടായില്ല. പക്ഷെ കുഴപ്പമില്ല, തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തറവാട്ടിൽ കൂടിയിട്ടാണ്. പക്ഷെ ഞാനുണ്ടാക്കിയ സദ്യ അങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണമെന്ന് വെറുതെ പ്ലാൻ ഇട്ടായിരുന്നു. അതെല്ലാം പാളിപ്പോയി. അങ്ങനെ ഒരു കുഞ്ഞി സങ്കടം ഉത്രാടത്തിൻ്റെ അന്ന് എനിക്കുണ്ടായി. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ്. എന്താ പറയുക, എന്തോരം സന്തോഷങ്ങൾ ഉണ്ടാക്കി വെച്ചാലും അവിടെ എനിക്ക് കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ എപ്പോഴും വന്ന് ഇങ്ങനെ തിരമാല പോലെ സംഭവിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ 3 മണിക്ക് എൻ്റെ കെട്ടിയവൻ വന്ന് എന്നെക്കൊണ്ട് ഇല ഇടിപ്പിച്ച് എല്ലാ സദ്യ വിളമ്പിച്ച് മൊത്തം സദ്യ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇലയിൽ തന്നെ കഴിക്കണം, നീ കഴിക്കുക, എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഏട്ടൻ്റെ ഇലയിൽ നിന്ന് എനിക്ക് 1-2 വായൊക്കെ വാരി തന്നായിരുന്നു. ആ സങ്കടങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ മറക്കുകയും ചെയ്തു കേട്ടോ. ചില സങ്കടങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ ചില പിണക്കങ്ങളെപ്പോഴും ഒരുപാട് ഇണക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് അല്ലേ. അപ്പം ഞാൻ അതിനെ അത്രേ കണ്ടുള്ളൂ. ഇത് പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ഓണക്കൊടി. അപ്പോൾ അതൊക്കെ ഇട്ട് ആദ്യം എന്നെ കുറേ വീഡിയോസ് എടുത്ത് വന്നു. അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഷോർട്സ് ആക്കി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. അത്രയും വീഡിയോസ് അവൻ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. മൂപ്പരാണ് എൻ്റെ ക്യാമറാമാനും എഡിറ്ററും ഒക്കെ. ഇപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് അച്ഛനും മാനും കൂടെയാണ് പൂവിട്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പൂക്കളത്തിൻ്റെ മുന്നിൽ ഞാൻ വെറുതെ നിന്ന് പ്രഹസനാണ് പൂവിട്ട മാതിരിയൊക്കെ ഷോർട്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെറും പ്രഹസനം കേട്ടോ. പിന്നെ ഒന്നും ഉണ്ടായില്ല. ഏട്ടനന്ന് ടൂറ് പോയേട്ടോ തിരുവോണത്തിൻ്റെ അന്ന്. ഏട്ടൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ എപ്പോഴും ടൂറ് പോകുന്ന ആളൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ തിരുവോണത്തിൻ്റെ അന്ന് പോയിട്ട് കോയമ്പത്തൂർ ഒരു ശിവക്ഷേത്രം ഉണ്ടല്ലോ, അവിടേക്കാണ് പോയിട്ടോ. അങ്ങനെ പോയി പിറ്റേ ദിവസം വരാമെന്ന്. അപ്പം എന്നാൽ ആയിക്കോട്ടെ ശരി, ഞങ്ങളാണെങ്കിൽ വീട്ടിലേക്കും പോകുമല്ലേ. അങ്ങനെ ഏട്ടൻ പുറപ്പെട്ട് ടൂറ് പോയി. 1 ഡേ ട്രിപ്പ്. ഞാനും അച്ചുകുട്ടനും ആദ്യം ഇങ്ങനെ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ പെരിന്തൽമണ്ണ പാതാക്കര വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ എത്തിയിട്ട് പിന്നെ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത്തവണത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള ഓണമായിരുന്നു വീട്ടിൽ കേട്ടോ. വീട്ടിൽ സദ്യയൊക്കെ നമ്മൾ മേടിക്കുക ചെയ്തേ, പിന്നെ നമ്മൾ നോൺ വെജ് മേടിച്ച് ഉണ്ടാക്കി. പക്ഷേ നമ്മൾ പാടത്തെ വീട് വെച്ചിട്ട് ആദ്യത്തെ ഓണമാണ്.
അപ്പോൾ എല്ലാ തവണയും ഓണാകുമ്പോൾ ഞങ്ങൾ മേലെ ഭാഗത്തും ചേച്ചിയൊക്കെ ഇങ്ങനെ താഴെ പള്ളിയല്ലോ, അപ്പോൾ ഇങ്ങനെ ഊണ് കഴിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് കണ്ടുമുട്ടുക. ഇത്തവണ എന്താ വെച്ചാൽ നമ്മൾ പാടത്തും പള്ളിയിലും അല്ലേ വീട്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഓടി കളിക്കുക. ഒരുപാട് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. വലിയമ്മയും വലിയച്ഛയും ചേച്ചിയും അച്ഛയും അമ്മയും അനിയത്തിയോടും ഉണ്ണിയോടും എല്ലാവരും കൂടി ആയിട്ട് ഒത്തിരി സന്തോഷമായിട്ടോ. പിന്നെ എൻ്റെ എഴുത്തുമാരും ഉണ്ണിയോടും ഉണ്ടായിരുന്നില്ല, ആ ഒരു കുഞ്ഞു വിഷമമല്ലോ, അത് പിന്നെ ഉണ്ടാവുമല്ലോ, അവർക്ക് അവരുടെ വീട്ടിലേക്ക് വിരുന്ന് പോകണ്ടേ. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരവിടുന്ന് വിരുന്ന് പോയിട്ടുണ്ടാവും അവരുടെ വീട്ടിലേക്ക്. പക്ഷെ അവരുടെ ഉണ്ണിയോക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ ഉണ്ണിയോക്കൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ആൻറ്റിമാരെ വരല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി എന്ന് എപ്പോഴും പറയും. അങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടികൾ. പക്ഷേ അവരെ മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു അൺറജി കാര്യമാവുന്നതുകൊണ്ട് മിസ്സായി. എന്നാലും ഒത്തിരി സന്തോഷത്തോടെ ഇത്തവണ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഓണാഘോഷിച്ചു കേട്ടോ. എൻ്റെ സൂര്യയാണ് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ക്യാമറാമാനോൻ. അപ്പോൾ ഒത്തിരി നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് ഓർമ്മകളൊക്കെ ബാക്കി വെച്ചിട്ടുള്ള ഒരു ഓണമായിരുന്നു നമ്മുടെ പാടത്തെ വീട്ടിലെ ഓണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ തിരുവോണ നാളിലെ ഉത്രാട നാളിലെയൊക്കെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചും കൊണ്ടിട്ടുള്ള ഈ ഒരു ഓണം വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് ഒരു കുഞ്ഞ് ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ട് നമ്മുടെ ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ കിടക്കുന്ന നിങ്ങൾ കാണാത്ത വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലീനെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, എപ്പോഴും കമൻ്റ് ഇടുന്ന, ലൈക്ക് ഇടുന്ന, നല്ല മാതിരി നമ്മുടെ ചാനൽ മുന്നോട്ട് വരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യണ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയുന്ന മാതിരി തന്നെ ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദിയും കൂടെ പറയുകയാണ്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനലിലെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.